ഹായ് ഗായ്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. HW22 Pro Max എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് HW22 Pro എന്നുള്ളൊരു വേരിയൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, ബോക്സൊക്കെ ഒരു ബ്ലാക്ക് കവറിലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അയക്കാണ്ടാണ് ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബ്ലാക്ക് കളർ ഇവിടെ മുകളിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് HW22 Pro Max എന്ന്. പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ്റെ പേരും അതിൻ്റെ ഒരു ഇടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയർഫിറ്റ് പ്രോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കും പിന്നെ റെറ്റിന സ്ക്രീന്, പിന്നെ അതുപോലെ തന്നെ സാൻഡ് സ്പോട്ട് ബാൻഡ് ആൻഡ് സ്പേസ് അലുമിനിയം കേസ് 44mm. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്മാർട്ട് വാച്ച് ഉണ്ട്, മെയ്ഡ് ഇൻ ചൈന. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. അതിൻ്റെ കളർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാച്ചിൻ്റെ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബോക്സിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് എന്താ പറയുക, അൺബോക്സ് ചെയ്തിട്ട് വാച്ച് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ജസ്റ്റ് ഇതിങ്ങനെ വന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്തേ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ഈ ചോറ് കൊണ്ടുപോകും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിരുന്ന സംഭവം ഉണ്ടല്ലോ, എന്ത് നമ്മൾ പൊതിച്ചോറ് എന്ന് പറയും, ആ ഒരു ഫീലാണ്. ഏതായാലും സംഭവം കൊള്ളാം, വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ബോക്സ് ഉണ്ട്. ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് വയർലെസ് ചാർജിങ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബോക്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ മുകളിൽ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാച്ചിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വാച്ചിൻ്റെ ഒരു ഡെമോ ഇവിടെ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ബോക്സിൽ പ്രത്യേകിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മെയ്ഡ് ഇൻ ചൈന. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ വാച്ച് ഒന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് ഇതുപോലെ ഒരു രീതിയിലാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഒരു കാറ്റലോഗാണ്. അതിലൂടെ വാച്ചിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. നമ്മളിത് ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു ബ്ലൂ വെർഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യം കണ്ടു നോക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കളർ ബ്ലാക്ക് ആണ്. പിന്നെ ഇതിൽ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ നോക്കാം. ഇത് സാധാരണ എല്ലാറ്റിലും ഉണ്ടാകുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാറ്റലോഗാണ്. അത് 2 ഭാഷയിലുണ്ട്, ചൈനീസും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് വന്നിട്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും വയർലെസ് ചാർജിങ് സ്മാർട്ട് വാച്ച് എന്ന് കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വാച്ച് സ്ട്രാപ്പ് കണക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളോടെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബോക്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ സ്ട്രാപ്പ് കാണുന്നുണ്ട്, വാച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം സ്ട്രാപ്പ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല, ഒരു എന്താ പറയുക ആവറേജ് ക്വാളിറ്റി, സാധാരണ നോർമൽ വരുന്ന പോലെ തന്നെയുള്ള സ്ട്രാപ്പാണ്. സ്ട്രാപ്പിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് പല ഇപ്പോൾ മാർക്കറ്റിൽ പല ഡിസൈനായിട്ടുള്ള സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് പിന്നെ സ്ട്രാപ്പിൻ്റെ കാര്യം ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. നോർമൽ ഒരു സിലിക്കോൺ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. ഈ ഒരെണ്ണം തന്നെ ഉള്ളൂ. പിന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ വാച്ചാണ്. HW22 Pro Max എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇതോടെ വേറെ എന്താ നമുക്ക് ബോക്സിലുള്ളതെന്ന് നോക്കാം. ജസ്റ്റ് അത് നമുക്ക് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു എന്താ പറയുക ചാർജർ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കൂടി പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക വയർലെസ് ചാർജറാണ്, പ്യുവറായിട്ടുള്ള. വേറെ അങ്ങനെ കാര്യങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് വാച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാച്ചിലിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു കവറിങ് കൂടി കൂടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വാച്ച് മാത്രം ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ വാച്ചിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. സാധാരണ നോർമലി വരുന്ന എല്ലാ ആ ഒരു വാച്ചിൻ്റെ മാതിരി തന്നെ എടുത്തും വന്നിട്ടുള്ളത്. വേറെ ഡിസൈനിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ സെൻസർ, സെറാമിക്, ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഒരു മെയിൻ പവർ ഓഫ്, അതായത് പിന്നെ അതുപോലെ തന്നെ അൺലോക്ക് ബട്ടണാണ്, പിന്നെ ഒരു ജോയിസ്റ്റിക്ക് ഉണ്ട്, ഇത് ക്രൗൺ വർക്കിങ്ങിലാണ്, പിന്നെ ഒരു നമുക്ക് എന്താ പറയുക മെയിൻ മൈക്കും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ. ഇതൊക്കെ മൊത്തം ബോഡി വന്നിട്ടുള്ളത് അലൂമിനിയത്തിനാണ് വന്നിട്ടുള്ളത്, ഫ്രെയിം കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. വാച്ച് ഒന്ന് ബൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. വാച്ച് ഇപ്പോൾ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്, ഒരു യൂസ് കൂടിയിട്ടാണ് വാച്ചോട് ഓണായി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ചോട് ഓണായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാച്ചിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൈറ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഇതൊന്ന് പിടിച്ചിട്ട് നോബ് പിടിച്ചിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ മാറി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിൽ 7-8 വാച്ച് ഫേസാണ് ഇതിൽ ഇൻബിൽട്ടായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ എന്താ പറയുക വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോണിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇതിലോട്ട് എന്താ പറയുക വാച്ച് ഫേസ് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മെനു സ്റ്റൈല് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മെനു സ്റ്റൈല് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ല, നമ്മൾ ആപ്പിൾ വാച്ചിൽ വരുന്ന സ്മാർട്ട് സ്റ്റൈൽ എന്നൊക്കെ പറയും, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൂം ഔട്ടും അതുപോലെ തന്നെ സൂം ചെയ്യാൻ ആപ്ലിക്കേഷനൊക്കെ സൂം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിൻ്റെ സെൻസർ കാര്യങ്ങൾ ഇതൊക്കെ ഈ ഒരു രീതിയിലാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെൻസറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സാധാരണ നോർമലുള്ള എല്ലാ വാച്ചിലും കാൽക്കുലേറ്റർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഡയൽ പാഡ്, പിന്നെ എന്താ പറയുക നമുക്ക് റിമോട്ട് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരുപാട് സ്പോർട്സ് മോഡ്സ്, ഒരുപാട് എന്താ പറയുക ഫീച്ചേഴ്സ് സാധാരണ ഇന്നിപ്പോൾ നോർമൽ സ്മാർട്ട് വാച്ചിൽ ഇരുന്ന എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് കണ്ട് താഴോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഷോർട്ട് കട്ട്സിൻ്റെ സെറ്റിങ്സ്, അതുപോലെ ബ്രൈറ്റ്നസ്, ബ്ലൂടൂത്ത് കോളിങ്, അതുപോലെ ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസ് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വാച്ച് ലോക്ക് ആയിട്ടുണ്ട്, ഒരാൾക്കും ജസ്റ്റ് ഒന്നും ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു നോബ് ലോങ് പ്രസ് ഒരു 3 സെക്കൻഡ് ഒന്ന് ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അൺലോക്കായി വരും. ആ ഒരു രീതിയിലാണ് അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ. മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മെസ്സേജും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ചിൽ എന്താ പറയുക സ്പ്ലിറ്റ് സ്ക്രീൻ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് സ്ക്രീൻ 2 രീതിയിലായിട്ട് മാറിയിട്ട്. അതിന് മുമ്പ് നമ്മൾ ചെയ്ത വാച്ചിലും ഈ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ആ ഒരു വാച്ചിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ വാച്ച് ബേസ് കാര്യങ്ങളൊക്കെ കുറച്ചെന്നല്ല ഒരുപാട് കുറവാണ്. അതൊരു വിഷയമായിട്ടുള്ള സംഭവമല്ല, കാരണം നമ്മൾ ഫോണിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ എന്താ പറയുക വാച്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ വന്നിട്ടുള്ളത്. സ്ട്രാപ്പ് നമ്മൾ വാച്ചിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ സ്ട്രാപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് 1-2 സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റായിട്ടവിടെ കിടന്നോളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ വാച്ചിൻ്റെ മൊത്തത്തിലുള്ള സംഭവവും കാര്യങ്ങളും. ഇതിന് മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയുക നമുക്ക് കയ്യിൽ കെട്ടാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ആ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേക്കപ്പ് ഗസ്റ്ററിൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് വാച്ച് ഫേസിലോട്ട് പിടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒക്കെ ഡിസ്പ്ലേ ലൈറ്റ് ഓണായി വരുന്നുണ്ട്. വേക്കപ്പ് ഗസ്റ്ററൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ. അത്യാവശ്യം എന്താ പറയുക നല്ല ലെങ്ത്തുള്ള വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ഞാനിവിടെ എൻ്റെ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഈ പവർ ബാങ്കിലൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം ഏത് രീതിയിലാണ് വർക്കിങ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് ആണ്, നമ്മൾ ജസ്റ്റ് വാച്ച് ഒന്ന് എടുത്തിട്ട് വെച്ചാൽ തന്നെ അത് എന്താ പറയുക ചാർജർ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് പ്രസ് ആയിരിക്കും. കാരണം മാഗ്നറ്റിക്കിൻ്റെ ആ ഒരു പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വയർലെസ് ചാർജിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ഒന്ന് എന്താ പറയുക ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ട് അതിലുള്ള വാച്ച് ഫേസ് കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് ഫോണിലുള്ള ഫോട്ടോസ് നമുക്ക് അതിൽ നിന്ന് വാച്ച് ഫേസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇവിടെ വാച്ചായിട്ട് കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വാച്ചോടെ കാണിക്കുന്നുണ്ട് HW22 Pro Max കണക്റ്റഡ്. പിന്നെ വാച്ചിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പിക്ചർ എടുക്കുന്നതും അലാമിൻ്റെയും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ വാച്ച് ഫേസും കാര്യങ്ങളും ഇതിൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരുപാട് ഇഷ്ടം പോലെ വാച്ച് ഫേസ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൽ പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. കാരണം നമുക്ക് കാണാൻ സാധിക്കും $1 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓരോ വാച്ച് ഫേസിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഒരു ഫോട്ടോ എങ്ങനെ ഇതിലോട്ട് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ താഴത്തെ ലാസ്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളെ ഗാലറിയിലോട്ട് പോകും. ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു വാച്ച് ഫേസ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിൽ സെലക്ട് ചെയ്തെടുത്ത് അപ്ലൈ കൊടുത്ത് നോക്കാം. നമുക്ക് ഇത് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എന്താ പറയുക പിന്നെ ക്രോപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വെക്കാൻ സാധിക്കും. നമുക്ക് ഇനി ജസ്റ്റ് ക്രോപ്പ് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വാച്ചിലോട്ട് അത് എന്താ പറയുക അവിടെ കാണിക്കുന്നുണ്ട്. വാച്ചിലോട്ട് വാച്ച് ഫേസ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ വാച്ചിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ നോക്കാം ഏതായാലും എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാച്ച് ഫേസ് ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വാച്ചിലൂടെ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നോർമലി ഞാൻ ഇത് മുമ്പ് ചെയ്ത വാച്ചുകളിലൊക്കെ ഇത്ര ലാഗ് ഉണ്ടായിട്ടില്ല. ഒരു എന്താ പറയുക 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ അത് ആയി കിട്ടിയത്. പക്ഷേ എന്താ അറിയില്ല, അത് അത്യാവശ്യം 1 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് ഈ ഒരു വാച്ച് ഫേസ് ഇതിലോട്ട് ആയി കിട്ടാൻ. ഈ രീതിയിലാണ് ഇതിൻ്റെ കണ്ടില്ലേ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫാണ്. പിന്നെ IP67 ആണ്. ഓവറായിട്ടുള്ള വെള്ളത്തിലുള്ള കളിയും കാര്യങ്ങളൊന്നും നടക്കില്ല. എന്നാൽ ജസ്റ്റ് ഒരു ചാറ്റൽ നിന്നൊക്കെ കേസിലാവാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. കാണാനൊക്കെ ആയാലും നല്ല അടിപൊളിയാണ് സംഭവം. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക സ്വന്തമായിട്ട് ആപ്പിൾ വാച്ച് വാങ്ങാനുള്ള ക്യാഷ് ഇല്ലാത്തവരൊക്കെ ഇതുപോലുള്ള ഒരുപാട് കോപ്പി കമ്പനികളോ വാച്ചുകളൊക്കെ ഒരുപാട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.